നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നിത്യഹരിത നായകൻ ശ്രീ പ്രേംനസീറിനെ കുറിച്ചുള്ള പ്രേംനസീർ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. ആ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് പടം പാക്കപ്പ് ഫുൾ പിക്ചർ തീർന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി തിരിച്ച് ഞങ്ങളെല്ലാവരും റൂമിലേക്ക് പോവുക. അവസാനം കാണാം ഈ കാറിനകത്ത് ഞങ്ങൾ നേരെ ഹോട്ടലിൽ ചെന്ന് ഇറങ്ങി. ഹോട്ടലിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ നിൽക്കുന്ന കോസ്റ്റ്യൂമർ പിന്നെയും സാറേ ഈ പാൻ്റ് ഒന്ന് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ജയഭാരതി ചേച്ചിയിട്ട പാൻറ്റിനകം എടുത്ത് കാണിക്കുന്നു. അകത്ത് ബ്ലഡിൻ്റെ കറ. ആദ്യത്തിൽ പാൻറ്റിൻ്റെ പുറത്ത് ഈ ചുമന്ന കറ കാണാനുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നു? നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രേംനസീർ സ്മരണ എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഞാൻ ഫിലിം ഡയറക്ടർ കൊല്ലം വേണുകുമാർ. ശ്രീ തിരുവങ്കടം മുതലാളിയുടെ നിർമ്മാണ കമ്പനിയായ ശ്രീ മഹേശ്വരി ആർട്സിൻ്റെ അവർ നിർമ്മിച്ച ചിത്രമാണ് തീക്കളി. നസീർ സാറ് ഡബിൾ റോളിൽ അഭിനയിച്ചു. ജയഭാരതി, ശുഭ, അടൂർ ഭാസി, മണിയംപിള്ള രാജു തുടങ്ങിയ ഒരുപാട് താരങ്ങൾ, കെ പി ഉമ്മർ തുടങ്ങിയ താരങ്ങളിൽ അഭിനയിച്ച പടമാണ്. ആ ചിത്രം നിർമ്മാണം പൂർത്തിയാക്കുവാൻ 2 വർഷം എടുത്തു. കാരണം ആ ചിത്രത്തിൻ്റെ ബാലൻസ് ഒരു പാട്ടും 2 സീനും എടുക്കാനുണ്ടായിരുന്നു. അതെടുക്കണമെങ്കിൽ നസീർ സാറിൻ്റെയും ഭാരതി ചേച്ചിയുടെയും കാൾ ഷീറ്റ് ഒത്തുവരണം, ശശികുമാർ സാറിൻ്റെ ഡേറ്റ് ഒത്തുവരണം. എങ്കിൽ മാത്രമേ പൂർത്തിയാക്കാനാക്കൂ. അങ്ങനെ അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഇവരുടെ കോമ്പിനേഷൻ ഡേറ്റിന് വേണ്ടി. നസീർ സാറിൻ്റെ ഡേറ്റ് ഒക്കുമ്പം ഭാരതി ചേച്ചിയുടെ ഡേറ്റ് ഒക്കത്തില്ല. ഭാരതി ചേച്ചിയുടെ ഡേറ്റ് ഒക്കുമ്പം നസീർ സാറിൻ്റെ ഡേറ്റ് ഒക്കത്തില്ല. ഇവരുടെ രണ്ടുപേരുടെയും ഡേറ്റ് ഒക്കുമ്പം ശശികുമാർ സാറിൻ്റെ ഡേറ്റ് ഒക്കത്തില്ല. അങ്ങനെ ഇവർ കാത്തിരുന്നു. എന്ത് ചെയ്യാം, ഈ പടം 2 കൊല്ലം കഴിഞ്ഞതല്ലേ, പൂർത്തിയായതല്ലേ, ഇതൊന്ന് ഇറക്കണ്ടേ. അങ്ങനെ ഇരുന്നപ്പം കാണാം ശശികുമാർ സാറിൻ്റെ തുറന്ന ജയിലെന്ന് പറഞ്ഞ ഒരു പടം. അത് കുളത്തൂപ്പുഴയിലായിരുന്നു ഷൂട്ടിങ്. അതിനകത്ത് ജയഭാരതി ചേച്ചി അതിനകത്ത് നായികയായിട്ട് അഭിനയിക്കുന്നു. നസീർ സാറില്ല, ശശികുമാർ സാർ സംവിധാനം. നസീർ സാറിനെ വരുത്തിയാൽ ഈ പറഞ്ഞ പാട്ടും 2 സീനും എടുക്കാം. അങ്ങനെ പ്ലാൻ ചെയ്ത് നസീർ സാറിൻ്റെ ഒരു ദിവസത്തെ ഡേറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തു. അങ്ങനെ മദ്രാസിൽ നിന്നും നസീർ സാറും പിന്നെ പടത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ MM രാമേന്ദ്രനും രാത്രിത്തെ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ച് വെളുപ്പിനെ തന്നെ തിരുവനന്തപുരത്തെത്തി. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും അരിപ്പയിൽ, കുളത്തൂപ്പുഴ അരിപ്പയിലായിരുന്നു ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ പോയി നസീർ സാറ് മേക്കപ്പെല്ലാം ഇട്ട്, ഭാരതി ചേച്ചി മേക്കപ്പൊക്കെ ഇട്ട്, മേക്കപ്പ് മാൻ സോമൻ വന്ന് വിഗ് ചോദിച്ചു നസീർ സാറിന് വെക്കേണ്ട പ്രത്യേകതരം വിഗ്ഗായിരുന്നു ആ പടത്തിന് ഉപയോഗിക്കേണ്ടത്. വിഗ് ചോദിച്ചപ്പോൾ MM രാമേന്ദ്രൻ ചോദിച്ചു വിഗ് എന്തി. അന്നേരമാണ് MM അബദ്ധം പറ്റിയത്. വിഗ് തിരുവനന്തപുരത്ത് വെച്ച് മറന്നിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. ഈ വിഗ് എടുക്കാൻ തിരിച്ച് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ, പോയിട്ട് വരണമെങ്കിൽ 4 മണിക്കൂർ എടുക്കും. അങ്ങനെ വരുമ്പം ഈ പാട്ടും എടുക്കാനൊക്കത്തില്ല, ഈ 2 സീനും എടുക്കാനൊക്കത്തില്ല. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പം പ്രൊഡക്ഷൻ മാനേജർ MM രാമേന്ദ്രൻ ശശികുമാർ സാറിൻ്റെ കാലിൽ സാഷ്ടാംഗം വീണൊരൊറ്റ നിലവിളി, മാപ്പ് തരണമെന്നും പറഞ്ഞു. എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഇല്ല, ഭയങ്കര നിലവിളി. അവസാനം നസീർ സാറും ശശികുമാർ സാറും കൂടെ വല്ലേച്ചാതി പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ച്, എന്നിട്ട് അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ച്, സാരമില്ല, മനുഷ്യ സഹജമല്ലേ, ഇതൊക്കെ എല്ലാവർക്കും തെറ്റുപറ്റും, സാരമില്ല, ഞാനൊരു ദിവസം വന്ന് പോയെന്നല്ലേ ഉള്ളൂ, ഞാൻ ഇനി ഒരു ദിവസം വന്ന് അഭിനയിക്കത്തല്ലേ ഉള്ളൂ, എന്തിനാ രാമേന്ദ്ര വിഷമിക്കുന്നത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടെ നസീർ സാറ് പറഞ്ഞ് അയച്ചു. അങ്ങനെ ആ ഷൂട്ടിങ് അന്നും തുടങ്ങി. പിന്നെയും കാത്തിരുന്നു. ഇനിയും എത്രയും വേഗം നമുക്കിത് പൂർത്തിയാക്കണം. അതിങ്ങനെ കാത്തിരിക്കുകയാണ്, എന്ത് ചെയ്യാം, ഇത് ഈ പാട്ടും സീനും എടുക്കാൻ. അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ജയമാരുതിയുടെ എല്ലാം നിനക്ക് വേണ്ടി എന്ന പടത്തിൻ്റെ ഷൂട്ടിങ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. അതിനകത്ത് നസീർ സാറും ശ്രീവിദ്യ ചേച്ചിയും പിന്നെ സുമലതയുമാണ് അഭിനയിക്കുന്നത്. അതിനകത്ത് ഭാരതി ചേച്ചി ഇല്ല, നസീർ സാറുണ്ട്. അപ്പം ജയഭാരതി ചേച്ചിയുടെ ഒരു ദിവസത്തെ ഡേറ്റ് കിട്ടാമെങ്കിൽ ഇവിടെ വെച്ച് അതും കൂടെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഇരുന്ന് ഭാരതി ചേച്ചിയെ വിളിച്ച് അവിടെ പറഞ്ഞ് ഇതേമാതിരി ഇങ്ങനെ ഒരു ദിവസം ഒപ്പിക്കാമെങ്കിൽ നമുക്ക് അതെടുക്കാം. പിന്നെ വാസു സാറിൻ്റെ എല്ലാം നിനക്ക് വേണ്ടി ഷൂട്ടിംഗ് തീർന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇത് പ്ലാൻ ചെയ്തു. അങ്ങനെ ഭാരതി ചേച്ചി ആ ദിവസം മദ്രാസിലുള്ള ആരുടെയോ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത്, അവരുടെ റിക്വസ്റ്റ് ചെയ്ത് ആ ഒരു ദിവസം വാങ്ങിച്ച് അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ജയഭാരതി ചേച്ചി വന്ന് രാവിലെ തന്നെ വന്ന്
അപ്പം ഷൂട്ടിങ്ങിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ശശികുമാർ സാർ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞായിരുന്നു, മോനെ പിന്നെ നമുക്ക് മിക്കവാറും ഈ എല്ലാം നിനക്ക് വേണ്ടിയുടെ ഷൂട്ടിങ് തീരുമ്പോൾ അവസാനത്തെ ദിവസം നമുക്ക് വാസു സാറിൻ്റെ അല്ല തിരുവങ്കടം മുതലാളുടെ തീക്കളിയുടെ ആ പാട്ടും 2 സീനും നമുക്ക് എടുക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യണം, അവർക്ക് ഇടേണ്ട കണ്ടിന്യൂറ്റി ഡ്രസ്സും വിഗ്ഗും എല്ലാം ആ പടത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജറെ ഏൽപ്പിച്ചിട്ട് തിരുവനന്തപുരത്ത് വരാവൂ. ഞാൻ പറഞ്ഞു ശരി സാറേ, പണ്ട് സംഭവിച്ചത് കണക്ക് നമുക്ക് ഇനിയൊരു അബദ്ധം പറ്റരുത്. ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ എടുത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് എല്ലാം നിനക്ക് വേണ്ടിയുടെ ഷൂട്ടിങ്ങിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ തീക്കളിയുടെ പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ച് നസീർ സാർ ഇടേണ്ട കണ്ടിന്യൂറ്റി ഡ്രസ്സാണ്, വേറൊരു സീനിൽ അഭിനയിച്ചതിന് ശേഷം എടുക്കേണ്ട സീനാണ്. അതുകൊണ്ട് കണ്ടിന്യൂറ്റി ജയഭാരതി ചേച്ചിയുടെയും നസീർ സാറിൻ്റെയും 2 സീനും കണ്ടിന്യൂറ്റിയാണ്. 2 സീനിൻ്റെയും കണ്ടിന്യൂറ്റി ഡ്രസ്സും വിഗ്ഗും എല്ലാം ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നത്. ഈ പറഞ്ഞ ഷൂട്ടിംഗ് തീർന്ന ദിവസം പിറ്റേ ദിവസം ഭാരതി ചേച്ചി എത്തി. രാവിലെ തന്നെ ഞങ്ങൾ പാട്ടെടുക്കാൻ പ്ലാനിട്ട് 8 മണിക്ക് തന്നെ പാട്ട് തുടങ്ങി. രാവിലെ പാട്ട് അപ്പോൾ ശശികുമാർ സാർ പറഞ്ഞു, മോനെ ഒന്ന് ചൂടായിട്ട് നിൽക്കണം, ഒരു പാട്ട് മുഴുവനും എടുക്കണം, 2 സീൻ എടുക്കണം, വൈകുന്നേരം അസ്തമിച്ച് കഴിഞ്ഞാൽ സീൻ എടുക്കാനൊക്കത്തില്ല. അതുപോലെ ഇവർക്ക് രാത്രിത്തെ ഫ്ലൈറ്റാണ് തിരിച്ച് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ചൂടായിട്ടൊക്കെ നിൽക്കണേ. കാരണം വാസു സാറിൻ്റെ പടത്തിൽ വേറെ അസിസ്റ്റൻസ് ആരുമില്ല, അസോസിയേറ്റ് ആയിട്ട് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, എല്ലാം ഞാൻ തന്നെ നോക്കണം. അങ്ങനെ ശരി സാർ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ രാവിലെ തന്നെ പാട്ടിൻ്റെ ഡ്രസ്സെല്ലാം എടുത്തു കൊടുത്ത് ആ പാട്ടെല്ലാം ഷൂട്ട് ചെയ്ത് തീർന്നു. ഒരു 3:30 മണിയായപ്പോൾ ഷൂട്ടിങ് തീർന്നു. സാറ് തീർത്തു എന്ന് പറയാം, 2 സീൻ ബാക്കിയുണ്ടല്ലോ. അങ്ങനെ ശശികുമാർ സാർ പറഞ്ഞു, മോനെ അടുത്ത സീൻ്റെ ഡ്രസ്സ് കൊടുക്കും, പിന്നെ ലൈറ്റ് പോകുന്നു. അങ്ങനെ ഞാൻ കോസ്റ്റ്യൂമറെ വിളിച്ച് ഞാൻ പറഞ്ഞ ആ ഡ്രസ്സ് ജയഭാരതി ചേച്ചിക്ക് ഒരു വെള്ള പാൻസും ഒരു വെള്ള ബനിയനുമാണ് വേഷം, അതും നസീർ സാറിൻ്റെ ഡ്രസ്സും കണ്ടിന്യൂറ്റിയാണ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് അവർക്ക് കൊടുക്കാൻ പറഞ്ഞ് ഞാനിഞ്ഞ് പോരുന്നു. കുറച്ച് നേരം ഞങ്ങൾ ആർട്ടിസ്റ്റ് ഒരുങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നിന്നപ്പം കാണാം കോസ്റ്റ്യൂമർ ഓടി വന്ന് മാറി നിന്നുകൊണ്ട് എന്നെ ഇങ്ങനെ ആംഗ്യം കാണിച്ച് വിളിക്കുക. ഞാൻ പെട്ടെന്ന് ഓടി അടുത്ത് ചെന്ന്, എന്ത് പറ്റി സാറേ? ചതിച്ചു സാറേ. ഞാൻ പറഞ്ഞു എന്ത് പറ്റി സാറേ? ഈ പാൻറ്റ് അവർക്ക് കയറുന്നില്ല. ഭാരതി ചേച്ചിയുടെ ഞാൻ മുമ്പ് ഇട്ടിട്ട പാൻറ്റല്ലേ? അല്ല സാറേ, അവരിപ്പോൾ കയറി കനത്ത് സാറേ, വണ്ണം വെച്ചുകൊണ്ട് ഇത് ഒട്ടും ഒരു തരത്തിലും കയറുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം തയ്യലഴിച്ച് വിട്ട് നമുക്കൊന്ന് തച്ചാൽ മതിയല്ലോ. സാറേ അന്നും തയ്യലഴിച്ചാൽ സാറേ ഞാൻ അന്ന് സീൻ എടുത്തത്, അന്നും ഒരു വണ്ണം വെച്ചു, ഇപ്പോഴും വണ്ണം വെച്ചു. ഇനി അവിടെ തയ്ക്കാനായിട്ട് ഞാൻ അതിനകത്ത് സ്ഥലമില്ല. എന്താ ചെയ്യും? ആകപ്പാടെ അന്തം വിട്ട് ഒരു മാർഗവുമില്ല. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ തുണി മേടിച്ച് തയ്ക്കാൻ സമയവുമില്ല. ഞാൻ പറഞ്ഞൊരു അപ്പോഴെനിക്ക് ഒരു ഓർമ്മയിൽ ഒരു ഐഡിയ തോന്നിയത്, ഈ സീൻ എടുത്തതിന് ശേഷം അടുത്ത സീൻ നസീർ സാറിൻ്റെ വേഷം വെള്ള പാൻറ്റ് ഷർട്ടുമാണ്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ വെള്ള പാൻറ്റ് എടുത്ത് ഭാരതി ചേച്ചിക്ക് ഈ സീനിൽ കൊടു. അപ്പം കോസ്റ്റ്യൂമർ പറഞ്ഞു, സാറേ ഭാരതി ചേച്ചി ഈ പാൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സീനിൽ നസീർ സാർ ഈ പാൻറ്റ് ഇടുമോ? ഞാൻ പറഞ്ഞു അതൊക്കെ വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം, നിങ്ങളിത് ഇട്, അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ചീത്തകൾ കേൾക്കും. നിങ്ങൾ ഈ പാൻറ്റ് ഇട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ സൈസാക്കി ഇനി പറഞ്ഞു വിടുന്നു പറഞ്ഞു. എന്നാൽ ശരിയെന്നും പറഞ്ഞ് ഇയാൾ പോയി നസീർ സാറിൻ്റെ ആ പാൻറ്റ് എടുത്ത് ഇട്ടപ്പം കാണാം ഭാഗ്യത്തിന് ആ പാൻറ്റ് ഫിറ്റ് കറക്റ്റ് ഇടിച്ചമ്മയ്ക്കാണ് കയറ്റിയത് ഫിറ്റ്. അപ്പം കുനിഞ്ഞാൽ കീറും. അപ്പം ഞാൻ ഭാരതി ചേച്ചിയെടുത്ത് പ്രത്യേകം പറഞ്ഞു, ചേച്ചി നിൽക്കുന്നതൊക്കെ സൂക്ഷിച്ച് നിന്നോണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങരുത്, അനങ്ങിയാൽ പാൻറ്റിൻ്റെ തയ്യൽ വിടും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഈ സീൻ തീർക്കണം. ശരി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വലിയ ചാതി അവർ ഒരുങ്ങി വന്ന് ആ സീന് വലിയ ചാതി എടുത്ത് തീർത്ത്. എന്നിട്ട് സാർ പറഞ്ഞു, മോനെ അടുത്ത ദിവസത്തെ കണ്ടിന്യൂ ചെയ്യും. ഞാൻ കോസ്റ്റ്യൂം എടുത്ത് പറഞ്ഞു, വേഗം നസീർ സാറിന് ഭാരതി ചേച്ചി ഇട്ട പാൻറ്റ് ഒരു വേഗം കൊടുക്കും, എന്നിട്ട് വേഗം എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കോസ്റ്റ്യൂമറെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുക, എന്ത് പണ്ടാരത്. അങ്ങനെ ഇരുന്നപ്പം കാണാം പിന്നെ ശശികുമാർ സാറിനെ പറ്റി പറഞ്ഞാൽ വേറൊരു കഥ നിങ്ങളുടെ അടുത്ത് പറയേണ്ടി വരും. ശശികുമാർ സാറിന് ഓരോ ഡ്രസ്സ് കണ്ടിട്ടിനനുസരിച്ചാണ് സാറിൻ്റെ സ്വഭാവം. ശശികുമാർ സാറ് ജുബ്ബയും മുണ്ടുമാണ് ഇട്ടുകൊണ്ട് വന്നതെങ്കിൽ അന്ന് വരുമ്പം കാണാം കരിയൊക്കെ ഇട്ടാണ് പുള്ളി വരുന്നത്. വന്നു കഴിഞ്ഞാൽ പുള്ളി സെറ്റിൽ പുലിയാണ്. അന്ന് ഭയങ്കര ദേഷ്യമാണ്. എല്ലാവരും സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എന്തെങ്കിലും നിസ്സാര കാര്യം കണ്ടാൽ മതി സാറ് ഭയങ്കരമായിട്ട് റേസാവും. അതേസമയം സാറ് സഫാരി സെറ്റ് ഇട്ടുകൊണ്ടാണ് വരുന്നതെങ്കിൽ സാർ അന്ന് വളരെ സൈലൻ്റാണ്. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾക്ക് ജാക്ക് പോട്ട് അടിച്ചതുപോലെ ശശികുമാർ സാറ്
സഫാരി സൂട്ട് ഇട്ടുകൊണ്ട് വന്ന അന്ന് ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. പക്ഷേ ജുബയും മുണ്ടും ഇട്ട് കരിയും തെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഭയന്നിരിക്കും. ഒരു സെറ്റിൽ തന്നെ സാർ കാറ് വന്ന് ഇറങ്ങുമ്പോഴേ തമ്പി എണ്ണം കണ്ടാൽ ഓടി വരും. വേണു, ശശികുമാർ സാർ ഇന്ന് ജുബയും മുണ്ടുമാണ് വേഷം, കരിയൊക്കെ എഴുതിയിട്ടുണ്ട്, ആലോചിച്ച് നോക്കിയൊക്കെ വേണേ നിൽക്കാൻ എന്ന് പറയും, കരുതിക്കോണേന്ന് പറയും. പിന്നെ അന്നേരം ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ പടത്തിൻ്റെ ഈ പാട്ടെടുക്കുന്ന ദിവസം നിർഭാഗ്യവശാൽ സാർ ഈ അന്ന് മുണ്ടും ജുബയും ആ വേഷം കരിയും എഴുതിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് സാറിനിടയ്ക്ക് ഒരു കരി എഴുത്തൊക്കെ ഉണ്ട്. ഞാൻ ആലോചിക്കടാ ഭഗവാനെ, ഇനി ഒരു സീനും കൂടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്ന് എന്നെ പുലി പിടിച്ചത് തന്നെ. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെയും കാണാം കോസ്റ്റ്യൂമർ ഓടി വരുന്നു, അണച്ചോണ്ട് ഓടി വരുന്നു. എന്നിട്ട് ദൂരെ നിന്നുകൊണ്ട് എന്നെ കൈ കാണിച്ച് വിളിക്കുക. ഞാൻ എന്താ ഇനി വാന്ന് പറഞ്ഞു. ഞാൻ ഓടി അടുത്ത് നിന്ന് കോസ്റ്റ്യൂമർ എന്താ സാറേ, ആകെ പ്രശ്നമായി സാറേ, ഞങ്ങൾ കാര്യം പറ, സാറ് വാ എന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി അകത്തെ റൂമിൽ കോസ്റ്റ്യൂം മുറി കൊണ്ട് എന്നിട്ട് പറയാം, സാറേ ഈ പാൻറ് ഒന്ന് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ കാണാൻ ജയഭാരതി ചേച്ചിയിട്ട പാൻറ്റിനകം എടുത്ത് കാണിക്കുന്നു, അകത്ത് ബ്ലഡിൻ്റെ കറ. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അത് ഭാരതി ചേച്ചി ഇട്ടപ്പം സംഭവിച്ചതാ, ഇതിനി എങ്ങനെ നസീർ സാറിന് കൊടുക്കും? അപ്പോൾ ഞാൻ പറഞ്ഞ് പിന്നെ ഇത് കഴുകാനൊക്കത്തില്ല, ഇവിടെ ഇസ്തിരിപ്പെട്ടിയില്ല, ഉണങ്ങാനുള്ള സംവിധാനം ഒന്നുമില്ല, കഴുകിയാൽ ഇത് പടരും. ഭാഗ്യത്തിന് പാൻറ്റിൻ്റെ പുറത്ത് ഈ ചുമന്ന കറ കാണാനുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്താ ചെയ്യും? ഒരു കാര്യം ചെയ്യും, ഒരു വെള്ള തുണി അതിൻ്റെ പുറത്ത് മടക്കി വെച്ച് തയ്ക്ക്, നസീർ സാർ കാണാതെ. അപ്പോൾ അയാൾ പറഞ്ഞു എന്നാൽ ശരി, എൻ്റെ കയ്യിൽ വെള്ളമില്ല, ക്രീം കളറിലെ ഉടുപ്പ് തുണിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ക്രീമെങ്കിൽ ക്രീം വെച്ച് അത് വെച്ച് തച്ചങ്ങ് മറയ്ക്ക്. അങ്ങനെ അയാൾ കോസ്റ്റ്യൂമർ അയാളുടെ കയ്യിരുന്ന ക്രീം കളർ എടുത്ത് കൈത്തയ്യിൽ തച്ച് അകത്ത്. നസീർ സാർ നോക്കിയാൽ കാണരുത്, ആ രീതിയിൽ തച്ച് ഒക്കെ വന്നു. ഞാൻ പറഞ്ഞു വേഗം കൊണ്ട് കൊണ്ടുവരന്ന് പറഞ്ഞ് ഇയാൾ ജമ്മം പോയാൽ കോസ്റ്റ്യൂമർ നസീർ സാറിൻ്റെ മുറി പോകത്തില്ല. ഞാൻ പറഞ്ഞു എന്താ? ഇല്ല സാറേ ഞാൻ പോകത്തില്ല സാറേ, സാറും കൂടെ വരാതെ ഞാൻ പോകത്തില്ല. കാരണം മേക്കപ്പ് മാൻ സോമേട്ടൻ അവിടെ ഉണ്ട്, അയാൾ എന്തായാലും കൈയോടെ പിടികൂടും, അതുകൊണ്ട് എനിക്ക് പോകാൻ പേടിയാ. ഞാൻ പറഞ്ഞു താൻ ധൈര്യമായിട്ട് പോടോ. ഇല്ല സാറേ ഞാൻ പോകത്തില്ല, സാറും കൂടെ വന്നാലേ ഞാൻ പോകത്തുള്ളൂ. അങ്ങനെ ഞാനും കൂടെ ഈ കോസ്റ്റ്യൂമറുടെ കൂടെ നസീർ സാറിൻ്റെ മുറിയിൽ വേഷം മാറാനായിട്ട് പോയി. ചെന്ന് സാറേ ചേഞ്ച് ആണെന്ന് പറഞ്ഞ് നസീർ സാർ ഞാൻ കാത്തിരിക്കുകയായിരുന്നല്ലോ, എന്താ താമസിച്ച? അമ്മ ഒന്നുമില്ല സാറേ. അങ്ങനെ പാൻറ് എടുത്ത് കൊടുത്തു. പാൻറ് അങ്ങോട്ട് എടുത്ത് കൊടുത്തതും ഇപ്പം മേക്കപ്പ് മാൻ സോമനെ കണ്ണ് വെട്ടിച്ചാൽ ഞങ്ങളിങ്ങനെ പാൻറ് എടുത്ത് കൊടുത്തത് തിരിഞ്ഞു നിന്നുണ്ട്. അങ്ങനെ നസീർ സാർ കാലെടുത്ത് അങ്ങോട്ട് ഇടാൻ തുടങ്ങിയതും നസീർ സാർ കുനിഞ്ഞ പാൻറ്റിനകത്തോട്ട് നോക്കുന്നു. എൻ്റെ തലയിൽ അന്നേരം പൊന്നീച്ച പറഞ്ഞു. കുഴപ്പം തന്നെ. എനിക്ക് അന്നേരം എന്തോ ഒരു ബുദ്ധി തോന്നി. ഞാൻ പറഞ്ഞു നസീർ സാറേ ഇപ്പോഴത്തെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? പാട്ട് കൊള്ളാം കേട്ടോ, നല്ല പാട്ട്. മഴയോ മഞ്ഞോ കുളിരോ മനസ്സിൽ മധുരം പെയ്തു, നല്ല വരികളല്ലേ. ആരാ എഴുതിയത്? ഞാൻ പറഞ്ഞ ഒരു പുതിയ ഒരു എഴുത്തുകാരനാണ്, രാജേന്ദ്രൻ എന്നങ്ങൻ്റെ പേര്. കൊള്ളാം കേട്ടോ, പുള്ളി വളർന്നു വരുന്ന ഒരു എഴുത്തുകാരനാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നസീർ സാർ 2 കാലും അതിനകത്ത് ഇടുകയും ചെയ്ത് കോസ്റ്റ്യൂം എന്താറിയാവും ബെൽറ്റ് ഇട്ടൊരു കൂട്ടൊക്കെ കൂട്ടി. പിന്നെ അങ്ങോട്ട് നോക്കാതിരിക്കുക. സകല ദൈവങ്ങളെ ഞാൻ വിചാരിച്ചു, പല അമ്പലങ്ങളിൽ നേർച്ചയും വിട്ട് എങ്ങനെയെങ്കിലും ബെൽറ്റൊക്കെ ഇട്ട് കൊണ്ടുവന്ന് ക്യാമറയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി സംഭവം എടുത്ത്. ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് പടം പാക്കപ്പ്, ഫുൾ പിക്ചർ തീർന്ന്. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി തിരിച്ച് ഞങ്ങളെല്ലാവരും റൂമിലേക്ക് പോവുക. കാറിനകത്ത് ഫ്രണ്ടിൽ ഡ്രൈവറും ശശികുമാർ സാറും, ബാക്കിൽ ഞാനും നസീർ സാറും. ഞങ്ങളിങ്ങനെ തിരുവനന്തപുരത്തോട്ട് അഴീക്കരയിലായിരുന്നു ഷൂട്ടിങ്. തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ശശികുമാർ സാർ പറഞ്ഞു, മോനെ വല്ല സീനൊന്നും വല്ലതും മിസ്സായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല സാറേ. ഉറപ്പാണേ? ആലോചിച്ച് പറ, വല്ലതും ഉണ്ടെങ്കിൽ ബുക്കിനകത്ത് നോക്ക്, ഏതെങ്കിലും സീനോ ഷോട്ടോ എന്തെങ്കിലും വല്ല എടുക്കാനുണ്ടോ? ഞാൻ പറഞ്ഞില്ല സാറേ, ഒന്നും എടുക്കാനില്ല. രക്ഷപ്പെട്ട്. ആ മുതലാളിയുടെ പടം നമ്മൾ 2 കൊല്ലമായിട്ട് എഴച്ച് ഈ പരുവത്തിൽ കൊണ്ട് എത്തിച്ച്, ഇനി ഇത് താമസിക്കുകയാണെങ്കിൽ ഭഗവാനെ ദൈവം തമ്പുരാൻ പോലും പൊറുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പം കാണാം നസീർ സാർ എന്നെ നോക്കിയിട്ട് പറയാം, വേണുവിന് ഭയങ്കര ടെൻഷനായിരുന്നു എന്ന്. ഇപ്പോഴാണ് തോന്നുന്നു ടെൻഷൻ മാറിയതില്ലേ വേണു? എനിക്ക് സംശയം, ഇങ്ങാരിത് വല്ലതും മനസ്സിലാക്കിയിട്ട് വല്ലതും പറയുന്നതാണോ? ഞാൻ ഉടനെ എനിക്ക് ചിരിയും വരുന്നില്ല. അവസാനം ഞാൻ ചിരിച്ചെന്ന് വരുത്തി. അവസാനം കാണാം ഈ കാറിനകത്ത് ഞങ്ങൾ നേരെ ഹോട്ടലിൽ ചെന്ന് ഇറങ്ങി. ഹോട്ടലിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ നിൽക്കുന്ന കോസ്റ്റ്യൂമർ പിന്നെയും ഇവനെ കാണുന്നത് എനിക്ക് പേടിയാണ്. ഇവൻ 2 പ്രാവശ്യം എന്നെ പേടിപ്പിച്ചിട്ട് നിൽക്കുക, പിന്നെയും അവൻ എന്നെ കാത്ത് നിൽക്കുന്ന പോലെ നിൽക്കുക. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പം കാണാം എന്നെ ഇവൻ പിന്നെയും ആംഗ്യം കാണിച്ച് വിളിക്കുക. ഞാൻ പറയും എന്താടേ?
നീ ആ സാറേ എന്നും പറഞ്ഞ് പിടിച്ചങ്ങോട്ട് മാറ്റിയിട്ട് സാറേ ആകെ കുഴപ്പമായി സാറേ. ഞാൻ പറഞ്ഞു എന്താടേ? അത് നമ്മൾ കൊടുത്ത പാൻറ്റ് സോമേട്ടൻ കണ്ടുപിടിച്ചു. പിന്നെ നസീർ സാറ് പറഞ്ഞു. ഓ, ഞാനൊരു നിമിഷം അങ്ങ് സ്തബ്ധനായിട്ട് നിന്ന് പോയി. അയ്യോ എന്താ ചെയ്യാ? അപ്പോൾ ഇത് അറിഞ്ഞിട്ടാണ് നസീർ സാറ് എന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി പറഞ്ഞത് എനിക്ക് അന്നേരം മനസ്സിലായി. ഓ, ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ നസീർ സാറിനെ ഫേസ് ചെയ്യാൻ തന്നെ എനിക്ക് പേടിയായി. അങ്ങനെ പിന്നെ ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പം നസീർ സാറിൻ്റെ അടുത്തോട്ട് ഞാൻ പോകത്തില്ല. അവസാനം പിന്നെ വാച്ച് ഒരു സോമേട്ടൻ്റെ കൊടുത്തിട്ട് പറയും വേണുവിൻ്റെ കൊണ്ട് കൊടുന്ന് പറയും. ഞാനങ്ങനെ മേടിച്ച് കൈ കിട്ടും. പക്ഷേ നസീർ സാറ് കഴിഞ്ഞ കാര്യം അറിഞ്ഞ ഭാവമേ കാണിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. കാരണം 5 നേരവും ഉതുവെടുത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിച്ചതിൽ